കുവൈറ്റിൽ മരിച്ച അരുൺ ബാബുവിനെ അവസാനമായി ഒരു നോക്കുപോലും കാണാനാവാതെ വിതുമ്പി ബന്ധുക്കളും നാട്ടുകാരും. തീപിടുത്തത്തിൽ 95% പൊള്ളലേറ്റാണ് അരുൺ ബാബു മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് കുരിയാത്തിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായാണ് 8 മാസം മുൻപ് അരുൺ ബാബു കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. 13ഉം 10ഉം വയസ്സുള്ള പെൺമക്കളെ മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തുന്നതും അരുൺ ബാബു സ്വപ്നം കണ്ടു. സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അരുൺ ബാബുവിൻ്റെ ചേതനയേറ്റ ശരീരം നാട്ടിലെത്തിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അരുണിൻ്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് വട്ടപ്പാറ പൂവത്തൂരിലെ ഭാര്യ വീട്ടിലേക്കാണ്. 5:30 സ്വന്തം നാടായ കുരിയാത്തിയിലേക്ക് കൊണ്ടുവന്നു. മകനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന അമ്മയുടെ നിലവിളിക്ക് മുന്നിൽ ഒരു നാടൊന്നാകെ നിസ്സഹായരായി നിന്നു. മുപ്പത്തിയഞ്ച് വയസ്സാണ് അരുൺ ബാബുവിൻ്റെ പ്രായം. അച്ഛനെയും സഹോദരിയെയും സംസ്കരിച്ചതിന് സമീപം അരുൺ ബാബുവിനും ചിതയൊരുക്കി. DYFI പ്രവർത്തകനായിരുന്ന അരുൺ ബാബുവിന് പാർട്ടി സഖാക്കൾ അന്ത്യാഭിവാദ്യമർപ്പിച്ചു. സഹോദരൻ അമൽ ബാബുവും മകൾ അഷ്ടമിയും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.